ഹലോ ഗൈസ്, നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് നമ്മുടെ BMW ഒരു ചെറിയ റിവ്യൂ ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറേ പേര് ചോദിച്ചു ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ ഇടാൻ പറ്റുമോ ബ്രോ, കാരണം നമ്മൾ ഷോർട്സും റീൽസും അങ്ങനെയായിട്ട് ഇട്ടിരുന്നത്. അപ്പോൾ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ ഇടാൻ പറ്റുമോ ബ്രോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യണത് കേട്ടോ. ഇന്നത്തെ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ ഒരു എക്സ്റ്റീരിയർ ലുക്ക്, അതായത് ഇത് 2010 മോഡൽ F10 ആയിരുന്നു, അതായത് 6 സിലിണ്ടർ. 2010 മോഡൽ F10 4 സിലിണ്ടർ അല്ല, 6 സിലിണ്ടർ ആണ്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു റോ പവർ വ്യത്യാസം വണ്ടി ഓടിക്കുമ്പോൾ തന്നെ നമുക്കൊരു ഇൻലൈൻ 6 സിലിണ്ടർ ആണല്ലോ, അപ്പോൾ അത് ഓടിക്കുമ്പോൾ തന്നെ നല്ലൊരു പവർ വ്യത്യാസമുണ്ട്. സോ നമ്മളെ വണ്ടിയുടെ എക്സ്റ്റീരിയറിലോട്ട് വരാന്ന് വെച്ചാൽ ഇതിൽ ഏറ്റവും അട്രാക്റ്റീവ്, അതായത് വണ്ടിയുടെ മോഡൽ 525D ആണ്, അതായത് 525D 2010 മോഡൽ. ഏറ്റവും അട്രാക്റ്റീവ് ഈ നമ്പർ തന്നെയാണ്. അതായത് ഞങ്ങൾ എടുത്തിട്ട് ഏകദേശം ഒരു 3 മാസത്തോളം ഈ എന്താ പറയുക, ഇത് ഹരിയാന രജിസ്ട്രേഷൻ ആയിരുന്നു. ഹരിയാന രജിസ്ട്രേഷനിൽ നിന്നു എന്തിന്, ഈ നമ്പർ കിട്ടാൻ വേണ്ടിയിട്ട്, 525 എന്നുള്ള നമ്പർ മാത്രം കിട്ടാൻ വേണ്ടിയിട്ട്. ആൻഡ് അത് കഴിഞ്ഞു. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഫ്രണ്ട് ഗ്രില്ല്, അതായത് ഒരു F90 മോഡൽ ഉള്ള ഒരു വണ്ടിയുടെ ഫ്രണ്ട് ഗ്രില്ലാണ് വിത്ത് M5 ബാഡ്ജ്. അതായത് M5 ബാഡ്ജ് വരുന്ന ഒരു ഗ്രില്ല് തന്നെയാണ് വന്നിരിക്കുന്നത്. ഹെഡ്ലൈറ്റിനെ പറ്റി പറയുകയാണെന്ന് വെച്ചാൽ 2 DRL വരുന്ന 2 പ്രൊജക്ടർ ലൈറ്റാണ് വരുന്നത്. അത്യാവശ്യം നല്ലൊരു ഹൈ ബീം തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഈ ലോഗോ നമ്മൾ മാറ്റിയതാട്ടോ. അതായത് ലോഗോ നമ്മളിപ്പോൾ ബ്ലാക്ക് എഡിഷൻ വരുന്നുണ്ട്, ലിമിറ്റഡ് എഡിഷൻ ലോഗോയാണ്. ആനിവേഴ്സറി എഡിഷൻ അല്ല, ലിമിറ്റഡ് എഡിഷൻ. അപ്പോൾ ആ ലോഗോ തന്നെയാണ് നമ്മൾ വണ്ടിയിലോട്ട് വെച്ചിരിക്കുന്നത്. പിന്നെ വരാണെന്ന് വെച്ചാൽ 4 സെൻസേഴ്സ്, അതായത് 1, 2, അതേപോലെ തന്നെ അവിടെ 3, 4, അങ്ങനെ 4 സെൻസേഴ്സ് വണ്ടിക്ക് വരുന്നുണ്ട്. പിന്നെ 360 ക്യാമറ ഇവിടെ വരുന്നുണ്ട്. പിന്നെ ആ 2 മിറേഴ്സിലും ബാക്കിലും വരുന്നുണ്ട്, അങ്ങനെ 360 ക്യാമറയും. ഇതാണ് നമ്മുടെ ഫ്രണ്ടിൽ വരുന്നത്. ആൻഡ് ഇതിൻ്റെ ഈ ബോണറ്റ്, അതായത് നോർമൽ F10 മോഡൽ എന്ന് പറയുന്നതിനേക്കാൾ ഒരു പൊടിക്ക് ഡൈമെൻഷൻ കൂടിയിട്ടുണ്ട്. അതായത് ബോണറ്റിൻ്റെ ലെങ്ത് കൂടിയതിൻ്റെ പേരിലാണ് ഈ പൊടിക്ക് ഡൈമെൻഷൻ കൂടിയത്. അപ്പോൾ അതാണ് ഈ വണ്ടിയുടെ ഫ്രണ്ടത്തെ അപ്ഗ്രേഡ് നമുക്ക് പറയാനുള്ളത്. വണ്ടിയുടെ സൈഡിലോട്ട് വരുമ്പോൾ അലോയ് ആണ്, അതായത് അലോയ് നമ്മൾ മാറ്റിയിട്ടില്ല കേട്ടോ. അത് ഒരുപാട് പേര് കമൻസിലും റീൽസിലും എന്താ പറയുക, ഒരു മോശമായിട്ട് പറയണത് അലോയാ. പക്ഷേ ഞങ്ങളിപ്പോൾ കുറച്ചൊന്ന് കഴിഞ്ഞിട്ട് മാറ്റാന്ന് വെച്ചിട്ടാ, അതിന് നല്ലൊരു എമൗണ്ട് വരുമല്ലോ, അതുകൊണ്ട് തന്നെ കുറച്ച് കഴിഞ്ഞിട്ട് മാറ്റാന്ന് വെച്ചിട്ട്. അപ്പം നമ്മൾ അടിച്ചിരിക്കുന്നത് ഒരു റോസ് ഗോൾഡ് മിക്സ്ഡ് കളറാണ് അടിച്ചിരിക്കുന്നത്. അതായത് ഈ കളർ അധികം കണ്ടിട്ടുണ്ടാവില്ല, വളരെ റയറാണ്. അപ്പം ഇത് ഇഷ്ടപ്പെടാത്ത ആൾക്കാരും ഉണ്ട്. കുറേ പേര് അങ്ങനെയും പറയുന്നുണ്ട്, കളറെങ്കിലും ഒന്ന് മാറ്റാൻ പറയുന്നുണ്ട്. പക്ഷേ ഇത് ഓരോരുത്തരുടെ പേഴ്സണൽ താല്പര്യമില്ല. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ കളർ ഒരുപാട് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് ഈ കളർ അവിടെ വെച്ചിരിക്കുന്നുള്ളൂ. പിന്നെ 17 ഇഞ്ചാണ് അലോയ് വരുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ടയർ തന്നെ വരുന്നത്. ഇവിടെ വരുന്നത് ഫെൻഡർ ആണ്, അതിൽ M5ന്റെ ബാഡ്ജ് വരുന്ന ഒരു ഫെൻഡർ വരുന്നുണ്ട്, ഓക്കെയാണ്. പിന്നെ സൈഡിലോട്ട് വരുമ്പോൾ മിററാണ്. അപ്പോൾ മിറർ നമ്മൾ ബോഡി കളർ തന്നെ അടിച്ചിരിക്കുന്നത്, മിറർ കവറൊന്നും വെച്ചിട്ടില്ല, ബോഡി കവർ തന്നെ അടിച്ചിരിക്കുന്നത്. പിന്നെ ഈ ക്രോമിൻ്റെ ലൈനിങ് അത് നമ്മൾ കളഞ്ഞിട്ടില്ല കേട്ടോ, കാരണം നമുക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. 30% വിസിബിലിറ്റി ഉള്ള കൂളിംഗ് അടിച്ചിട്ടുണ്ട്. ഇത് സ്കേട്ടിങ്, അതായത് ഫ്രണ്ടും ബാക്കും ഉള്ള സ്കേറ്റിംഗ് ഉണ്ട്. അതായത് ഓൾ ഇൻ വൺ കോംബോ കിറ്റ് ആയിരുന്നു, പക്ഷെ നമ്മൾ സൈഡ് സ്കേറ്റിംഗ് മാത്രമേ വെച്ചിട്ടുള്ളൂ. കാരണം ഫ്രണ്ടും ബാക്കും വയ്ക്കുമ്പോൾ വണ്ടി നന്നായിട്ടൊരു ബാഗ്ഡ് ആയ പോലെ. അപ്പം നമ്മുടെ കേരള റോഡിൽ ഓടിക്കുമ്പോൾ നമുക്കത് ആവശ്യമില്ല എന്ന് വെച്ചിട്ട് നമ്മൾ സൈഡ് സ്കേറ്റിംഗ് വെച്ചിട്ടുണ്ട്. നല്ലൊരു ഭംഗി തന്നെയാണ് സൈഡ് പ്രൊഫൈലിന് കിട്ടുമ്പോൾ. ബാക്കിലത്തെ പ്രൊഫൈലെ പറ്റി നോക്കുകയാണെന്ന് വെച്ചാൽ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ട് നമുക്ക് കാണുന്നത് ഈ ഒരു വിങ് ടൈപ്പ് സ്പോയിലറാണ്. അപ്പോൾ ഇത് തന്നെയാണ് ഈ വണ്ടിയുടെ ബാക്കിലത്തെ പ്രൊഫൈലിന് ഒരു സ്പോർട്ടി ലുക്ക് കൊടുക്കുന്നത്. ഇതിന്റെ ബാക്ക് പ്രൊഫൈൽ തന്നെ ഒരു മസിൽ സ്പോർട്സ് കാർ ലുക്ക് ആയിട്ടുണ്ട്. പിന്നെ പറയാന്ന് വെച്ചാൽ നമ്മുടെ ഈ ബാക്ക് ഡിഫ്യൂസർ, പിന്നെ ഈ ഒരു 2 എക്സോസ്റ്റ് വെച്ചിട്ട് 2 സൈഡിലും. അപ്പോൾ ഇതിൽ നമ്മൾ കണക്ഷൻ ഒന്നും കൊടുത്തിട്ടില്ല, ജസ്റ്റ് എയർ സപ്ലൈ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. പിന്നെ പറയാന്ന് വെച്ചാൽ ഈ ഒരു ബാഡ്ജിങ് നമ്മൾ ഓൾറെഡി ബ്ലാക്ക് ആക്കി എന്ന് പറഞ്ഞു. പിന്നെ ഈ 525, അതായത് മോഡൽ നെയിമും വണ്ടിയുടെ നമ്പറും 525, അതാണ് ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ളത്. പിന്നെ ഇത് ലാബ് 47ന്റെ ബാഡ്ജിങ് ആണ്, നമ്മൾ അവിടെ നിന്നാണ് ഫിറ്റ് ചെയ്തത്. അപ്പോൾ അവിടെ നിന്നാണ് എല്ലാ പരിപാടിയും ചെയ്തത്. പിന്നെ ഈ ഒരു അട്രാക്റ്റീവ് ടെയിൽ ലൈറ്റ്, അതായത് ഇത് എന്താ പറയുക, നല്ലൊരു മൂവ്മെന്റ്, വണ്ടി ഓൺ ആക്കുമ്പോൾ തന്നെ ഒരു ഫ്ലോയിങ് ടൈപ്പിലാണ് പോവുക. അപ്പോൾ ഈ ഒരു കംപ്ലീറ്റ് ബ്ലാക്ക് ഡീക്രോം ഡിസൈനിൻ്റെ ഉള്ളിൽ റെഡ് ലൈറ്റും, ഇവിടെ നമ്മുടെ എന്താ പറയുക റിവേഴ്സ് ലൈറ്റും വരും, ഇവിടെ ഇൻഡിക്കേറ്ററും. അങ്ങനെയാണ് ഇതിൻ്റെ ബാക്ക് സെറ്റപ്പ് വരുന്നത്.